ജസ്റ്റ് കാണിച്ചു തരാം. ഈ സർക്കാർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് കൊയ്പിക്കുന്നതാണോ സംശയമുണ്ട്. ഇതിലും കൽപ്പവൃക്ഷങ്ങൾ അടങ്ങിയ നമ്മൾ വെടി വെക്കാൻ പോവാണേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ലൈഫ് ഓഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോ നമ്മൾ ഇന്ന് പോകുന്നത് ബാണാസുരേക്കാണ്. നമ്മളെ ചെക്കന്മാർ കണ്ടാണ് വൈകി ചോദിക്കാൻ നിർത്തിയാൻ തോന്നുന്നത്. നാട്ടുകാരാണ്, പക്ഷെ അവന്മാർക്ക് വയ്യാണോടാ. അപ്പൊ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വണ്ടി തീർത്തിരുന്നു. പക്ഷെ ഹൈവേ അവിടെ ഓടിച്ച് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും ഹൈവേ ഓടിച്ചു വിട്ട് അവിടെ നിർത്ത പാർക്കിംഗ് ഇല്ലാത്തതാണ്. അതാണ് ഞങ്ങൾ അതിനെ കുറച്ചും കൂടി വന്നിട്ടാ ഇത്ര നേരെ ഫുള്ള് ഫോഗായിരുന്ന സ്ഥലമാണ്. ഇപ്പത്തേക്ക് അതങ്ങോട്ട് പോയിക്കണേ. പിന്നെ ആദ്യവും ശബ്ദം മുന്നിൽ വിട്ട് എങ്ങനെ വേക്കില് മാറിയിട്ടുണ്ട്. പോയി നോക്കാം, ഒരു ചായ കുടിക്കണം. സമയം 12 കാലമായിക്കട്ടെ. മത്തുച്ച 12 കാലാണ്. അതെ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മൾ ബാണാസുര പോയാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഞങ്ങള് പോകുന്ന വഴി കാണിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വയനാടിന്റെ ബോർഡർ കടന്നു. അതെ, ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാണ് നമ്മുടെ ജൈത്ര യാത്ര. യെസ് യെസ് ആണേ, തിന്നാൻ തുടങ്ങിക്കിന്, ബാക്കിയുള്ള നടന്നില്ലെങ്കിൽ അപ്പം വരും. വയനാടിന്റെ തനിമയും എളിമയും അടങ്ങുന്ന എല്ലാം കൂട്ടി ഇണക്കിയ ഒരു സാധനം. പാലടന്റെ റെസിപ്പി എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ മുളേരി പായസത്തിനെ കുറിച്ച് അടുത്ത പ്രാവശ്യം കുടിക്കുമ്പോൾ 2 വർത്തനം പഠിച്ചു വന്ന് ഞാൻ പറഞ്ഞോളാം. ഇങ്ങി പേടിക്കണ്ട, എന്നെ ഞാൻ ഇൻവേർട്ടർ, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കും. എന്നെ ഞാൻ നാട്ടി ഇങ്ങി പേടിക്കണ്ട. നമുക്ക് സ്കൈ ഹോമിന് സ്കൈ ഹോമിന് ഞാനും കണ്ടില്ല, കണ്ടില്ല. ആരും വഴിയിലാണ് പെനാൽറ്റി ഒരു ഗോൾ പായസം കുടിക്കാൻ വന്നേ. പായസം കുടിക്കാൻ വന്നല്ല, കേറിയപ്പോതാ ഉമ്മാർക്ക് മുള്ളേരി പായസം കുടിക്കണം ഒന്നും നോക്കിയില്ല. മുള്ളേരി അങ്ങോട്ട് സെറ്റാക്കി. പക്ഷെ നാട്ടിൽ നമ്മളെ കൈന്റെ അത്ര പായസത്തിന്റെ ടേസ്റ്റ് ഇല്ല. മിനി വ്ലോഗ് ഉണ്ടോക്കെ അറിയാം, അടിപൊളി പായസം നമ്മളെ നാട്ടിൽ കിട്ടും. അത്ര പോരാ, പക്ഷെ ഓക്കെ ആണ്. നമ്മളതാ ചുരം കയറി ഒരു കോവിലാക്കുന്നു. കയറിപ്പോ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. മറ്റേ അഭി പറഞ്ഞ മാതിരി സർക്കാർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് കൊയ്പിക്കുന്നതാണോ സംശയമുണ്ട്. ഇതാ അവിടെ വെയിലായി. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാത്തതിനു. അതെ അതെ, ഇന്ന് നേരം വെളുത്തു, ഞാൻ എണീച്ചു, ഞാൻ വിളിച്ചു, അന്നോ ഓമാരൊക്കെ ഉറങ്ങുന്നിടത്ത് ഓരോമാരെ വിളിച്ചതിനെ വെച്ചിട്ട് പോകുന്നുണ്ടോയാ അങ്ങനെ ഉണ്ടാകും. അപ്പൊ ഞങ്ങള് കോട്ടൊക്കെ എടുത്തിട്ടാ വന്നത്, പക്ഷെ ഇതുവരെ നനഞ്ഞിട്ടില്ല. അതിനു ഇപ്പൊ നനയാനറിയാനൊരു മടി. നല്ല മഴ, ഒരേ ടൈമിന് ക്ലൈമറ്റ് മാറുന്നത്. എനിക്ക് വന്ന് നോക്കി ഒരു 15 മിനിറ്റ് കൊണ്ട് 3 ക്ലൈമറ്റ് വന്നു പോയി. ഞങ്ങൾ ഇവിടെ നിന്നാണ് പായസത്ത് കൊണ്ടിട്ട് പോവാം. ആ കോട്ട എടുക്കുന്നതായിരിക്കില്ല, നിന്റെ കോട്ടയിലുണ്ട്. റേഞ്ചാവണ്ടേ എടാ. ഡൊമിനാറിന്റെ പച്ചക്കളർ ട്രാവലർ, ഡൊമിനാറിന്റെ പച്ച. അപ്പൊ നമ്മള് പടിഞ്ഞാറത്തറ എത്തിയിട്ടുണ്ട്. പടിഞ്ഞാറത്തറ എത്തി. ബൈക്ക് രണ്ടും കൂടെ പാർക്ക് ചെയ്തു. അവന്മാര് ഉള്ളിലുണ്ട്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കണം. ഫുഡ് കഴിച്ചിട്ട് കയറാന്നുള്ള മൈൻഡിലാണ്. എന്തായാലും പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേനൊരു സമയമാവും. പിന്നെ ഫുഡ് കഴിക്കാണ്ട് കയറിയാൽ ഇങ്ങനൊരു ചിന്ത ആയിരിക്കും, ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണ്ടേ, വിശക്കും, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അത് തന്നെ ഓൾറെഡി 2 മണി ആവാറായി. ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഒമാരിതാ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കണം. ഫുഡ് വന്നിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ട്
മന്തിക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാൻ മന്തിക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. എനിക്കത് വന്നപ്പോൾ തന്നെ വീഡിയോസ് എടുക്കാനുള്ള പ്ലാനിലാണ്. ആശാൻ ഫുള്ള് ചാർജറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുക. ഇതുവരെ ഇത്രയും മയത്ത് ഞങ്ങൾ പോന്നിട്ട് ഇതുവരെ മഴ കൊള്ളാത്ത ഒരാളോ മാത്രമേ ഉള്ളൂ. കോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ മഴ കൊള്ളാത്ത ഓനവിടെ പിടിക്കുന്നതിന് കാരണം എന്താ പറയുക, ഓൻ കുടുങ്ങൂലല്ലോ, നമ്മളല്ലേ ഉണ്ടാവും. മഴ കിട്ടാത്ത മഴ കൊള്ളാത്ത ഒരാള് ഇപ്പൊ മാത്രമേ ഉള്ളൂ. പിന്നെന്താ, കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു. കഴിച്ചിട്ട് പറയാം എന്തായാലും അഭിപ്രായങ്ങളൊക്കെ. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. വല്ലാത്തൊരു ഫുഡാണ്. ഷവർമ എന്ന് പറഞ്ഞാണ് ഷോപ്പിൻ്റെ പേര്. ഇത് വരുന്നത് അതെ പടിഞ്ഞാറത്തറ. ഞങ്ങളിപ്പോൾ ഇനി ഇവിടുന്ന് 3-4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. മഴ പെയ്യൂലെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ മഴ പെയ്താലാണ് അവിടെ കാണാൻ ഒരു മേനയൊക്കെ ഉണ്ടാകുക. ഒരു വൈബിന് ഇറങ്ങിയതാണ്. ഈവനിങ് നമുക്ക് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു വൈബിന് ഇറങ്ങിയതാണ്. അതിനൊന്നും ആവശ്യമില്ല. 900 രൂപയായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഷംഷാദ് ഇവിടെ കമ്പനിക്കാരൻ്റെ അടുത്തേക്കൊന്നും പറഞ്ഞ് പോയിക്കണ്. പിന്നെ വണ്ടി എടുത്തിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞാൽ പോയി. ഇപ്പോൾ വരികയായിരിക്കും. വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ പോകാം. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ ബാണാസുര ഡാമിലേക്ക് പോവാണ്. ഇതാണ് ബാണാസുര ഡാമിൻ്റെ ഷട്ടർ വരുന്നത്. നാലാൾക്കും കൂടി 160 ഉറുപ്പിക ആയിട്ടുള്ളൂ കേട്ടോ ടിക്കറ്റ്. ഇതാണ് ഇവിടെ നമ്മൾ കയറും പോലും ചെയ്യും. ഇത് ബാക്കി വീരി തരും. ഒരു തോളെ കെട്ടില്ലേ. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ബാണാസുര ഡാമിൻ്റെ അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം ആളും തിരക്കുന്നുണ്ട്. മെയിനായിട്ട് കേരളക്കാരല്ല, പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. ഡാമിൻ്റെ വൺ സൈഡാണിത്. സോളാർ പാനലിൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കയറ്റാൻ പറ്റണേ എങ്ങനെ ഇത്ര നടക്കണ്ടായി. എല്ലാവരും ഉണ്ട്. ചൂടെടുക്കുന്നില്ല, നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടെടുക്കണ്ട, എന്ത് ചൂട്. അടുത്ത റോപ്പ് ഒരു ചെറുതിനെ കൊണ്ടുപോകും. ചെറുതല്ലേ, ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നല്ലോ. ഇനിതാ ഇത്രയും ആൾക്കാർ ഇരിക്കില്ലേ, കാണുന്നുണ്ടോന്നറിയില്ല. ഇതൊക്കെ ആൾക്കാരാണ്. ആ ലെവലിലെത്തണം. ഈ ഏരിയന്ന് നടന്ന് വരണം. അതെ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് നല്ലൊരു ഇതാണ്. പല ഇതും പറയാനുണ്ട്. ഇത് പറഞ്ഞിട്ടും കാര്യമല്ല. ഇതല്ല ഇവന് പോലും തോന്നുന്നത്. അപ്പോൾ ഇതിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് രാജസ്വമായിട്ട് കുറച്ച് എന്താ പറയുക, ബാണാസുര 1983 ജനുവരി മാസത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. നീ നേരെ കുട്ടിനെ പഠിച്ചോ? പിന്നെ പലതരം കൽപ്പവൃക്ഷങ്ങളടങ്ങിയ ചെമ്പ്, മണല്, കോപ്പർ, സ്വർണം അങ്ങനത്തെ ഒന്നും ഇതിൽ നിക്ഷേപിച്ചിട്ടില്ല. ഈജിപ്തിലെ പരമോന്നത പിരിവിഡിന്റെ പല പല കഷ്ണങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയപ്പെടുന്നു. ആധികാരികമായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ മാലിക്കാണ് നല്ലത്. ആധികാരികമായിട്ട് സംസാരിക്കും. വെള്ളം വന്നപ്പോ ആരുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞ നേരെ വിടണ്ട, ഒരു തിരിച്ചവിടണേ. എന്താ പറയണ്ടേ? എന്ത് വേണമെങ്കിലും പറയും. എന്ത് വേണമെങ്കിലും ചെറിയ പറയാൻ ഇത് കയറി മേലെ കയറിയിട്ട് പറഞ്ഞാൽ മതി. അതാകുമ്പോ ഒരു കിതപ്പുണ്ടാവും. അപ്പൊ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും. ഒരു 18 പടി പോലത്തെ ഒരു പടിയുണ്ട്. ഇവിടെ ഇങ്ങനെ നടക്കാൻ 2 സ്റ്റോർ ഇട്ടുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിൽ നടക്കാം. നമ്മൾ പിന്നെ കയപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ ഓവുചാലിൻ്റെ മുകളിൽ കൂടി കിടക്കാം. നമ്മൾ മേലോട്ട് ഇങ്ങനെ കയറാണ്. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, ഇവിടെ കാറ്റില്ല.
അവിടെ നിന്ന് നമ്മള് അങ്ങനെ വരിക അതാ പോണ അടുത്ത് മിസൈലൊക്കെ പോകുന്ന വരിക. നമ്മള് ഏകദേശം പകുതി കയറി എന്ന് പറയാം. ഇവിടെ വന്നിട്ട് കുറേ അയ്യോ ഒരു മരം കുറേ കാലത്തിന് ശേഷമാണ് നമ്മള് ഇവിടേക്ക് വരുന്നത്. സത്യം പറയാലോ നല്ലൊരു ടൈം ആയിക്കുന്നു. എന്താ മാരി കയ്യിലങ്ങനെ കയറുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം അതാ. പക്ഷെ അംഷാദിനോട് ചോദിക്കാൻ വന്നത് എങ്ങനെയുണ്ട് ബാക്കി നമുക്ക് കേട്ട് സംസാരിക്കാം. നല്ല കുഴങ്ങിയിട്ടുണ്ട്. അതാ നമ്മൾ ഏകദേശം മുകളിലെത്തി. ടോപ്പിലെത്തി. ഇങ്ങോട്ട് നടക്കാം. ഇതാണ് മെയിൻ സ്പോട്ട്. അതെ ചെറുകാറ്റല്ല കൊടുങ്കാറ്റാണ്. ഇങ്ങനെ നടക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ. അപ്പൊ നമ്മള് വന്ന ഏരിയ എന്ന് പറയുന്നത് അതാണ്. അവിടെ നിന്ന് നടന്ന് ഇനി എണ്ണിയാവും. പറഞ്ഞാതിരി 337 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് നമ്മളിപ്പോ കേറി വന്നത്. ഓൾമോസ്റ്റ് ഇവിടെ നല്ല കാറ്റുണ്ട്. അതാണ് ഇതിന്റെ റേറ്റ്. ഡാം കാണിച്ചെന്നീലല്ലോ, ഡാം കാണിച്ചുതരാം. ഇതാട്ടോ, ഇതാണ് ഡാം. ഫുള്ളാണ്, തിരക്കാണ്. ഉമ്മതാ മാലിക് രഹസ്യങ്ങൾ തുറന്നു പറയുന്നത്. ബാണാസുര ഡാം ഇന്ത്യ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമും ഏഷ്യ ലാർജ് എർത്ത് ഡാമും ആണ് ഈ ബാണാസുര എർത്ത് ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് കൽപ്പറ്റ 21 കിലോമീറ്റർ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരശ്യം രീതിയിൽ ഫോറിനേഴ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടുകാരെന്നാണെങ്കിലും നല്ല രീതിയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിങ്, സ്പീഡ് ബോട്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പ്രൊജക്റ്റ് ഇവിടെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കുടിവെള്ളത്തിന്റെ ലഭ്യത പരിഹരിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ ഇവർ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തത്. ഹലോ ഗൈസ്, അന്ന് നമ്മളിന്ന് ബാണാസുര വന്നപ്പോൾ ഒരു ചെക്കിൻ്റെ ഒരു സാധനം കാണാം. ജസ്റ്റ് കാണിച്ചു തരാം. എന്റെ പേരെന്താ? പേര് എന്റെ പേര് നെയിം സിദാൻ. എവിടെ സ്ഥലം? മേപ്പുറം. ഇവിടെ തന്നെ, അവിടെ അടുത്ത് തന്നെ, തിരൂര്. ഓക്കെ. ഇതാണ് സാധനം. ഇവനാണ് കൊണ്ടുപോയി തന്നെ. അവൻ്റെ പേര് സിദാൻ എന്നാണ്, തിരൂരുകാരനാണ്. ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ബൈനോക്കുലർ. ഇത് മെക്കാനിക്കലാണ്, പഴയ സാധനം. ഇതാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം എവിടെ കിട്ടി. പക്ഷെ ഇത് സൂം ചെയ്യുമ്പോ കിട്ടി നല്ലൊരു സാധനം. അവിടൊക്കെ നല്ല വ്യൂ, അടിപൊളി സാധനം. ക്യാമറന്റെ കണ്ണിലും വിഷ്വല് ലോങ് ഉള്ളതൊക്കെ ഇതാണ് സാധനം. അടിപൊളി സാധനം. കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. താങ്ക് യുടാ. ഓക്കെ, ശരി. നമ്മൾ ഇതാ ഇത് ഡാമിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള സ്ഥലത്തേക്കുള്ള വഴിയാണ്. അതാ ഒരാൾക്ക് നല്ല ഉറക്കമുണ്ട്, ക്ഷീണം. 90s കിഡ്സാ ഇതൊക്കെ. 90s അമ്മാവന്മാര് ഇവിടെ ഇരുന്ന് കഥ പറയാ. സൈഡിലേക്കുള്ള വ്യൂ വരുന്നത്. അതുപോലെ തന്നെ മറു സൈഡ് ഇതാണ്. എനിക്ക് നടുവിൽ കയറി കൊഞ്ചണം. ഈ നടുവിൽ കയറി ഇരുന്ന് കൊഞ്ചണം. അവിടെ ഇറങ്ങിക്കോ, പോകുമ്പോ വിളിക്കാം. ഹലോ ഗൈസ്,
അങ്ങനെ നമ്മൾ എന്താ ആ സ്പോട്ട് കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആണുള്ളത്. ഇതാ ഇവിടെ കഥ പറഞ്ഞ് നടക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മീൻസ് നല്ല വൈബായിട്ട് വന്നിരിക്കാം, അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. എല്ലാവരും കണ്ടുനോക്കാം. കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു. ഇതാണ് ഇവിടെ ഇരുന്ന് ആടാൻ പറ്റിയ സ്പേസ്. ഇങ്ങനെ നമ്മളിതാ ഇതാണ് ഇതിനുള്ളിൽ വന്ന് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ്. ഫുള്ള് ഫാമിലീസാണ്, കുട്ടിയൊക്കെ വന്ന് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, പിന്നെ അതുപോലെ എന്താ അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിപൊളി മരവും ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്. ചക്കയും സെറ്റിന് വായു, ശുദ്ധമായ കാലാവസ്ഥ, സമാധാനമായ അന്തരീക്ഷം, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടുതൽ മൂലയിലൂടെ പോയി ഇന്നാ കിട്ടും. ഇവിടെ പാടണം എന്നുണ്ടെങ്കിൽ എന്താക്കണം, കാടാൻ നല്ല കാറ്റുണ്ട്, ചാമ്പൊളി കാറ്റും കാര്യങ്ങളുമാണ്. നല്ല വ്യൂ ഉണ്ട്. ഇരുന്ന് ഇനിയിപ്പോ നമ്മള് ഇത് കഴിഞ്ഞ ഓവർ ടൈമൊന്നുമില്ല, ഞങ്ങൾ മെല്ലെ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. പരിപാടിയാണിത്. ഇന്ധന ചെലവില്ലാത്തൊരു പരിപാടിയാണ്. ഇവന്റെ ആട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാൻ പാടില്ലാത്തൊരാട്ടാണ്. നല്ല മഴയുണ്ട്, എല്ലാം അവിടെ കയറി കുത്തിരിക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാല് നടക്കാൻ കഴിയാത്തവർക്കും വണ്ടികൾക്ക് വണ്ടിയിൽ സർവീസ് ഉണ്ട്. കെസിബിന്റെ ട്രാവൽ സർവീസ് ഉണ്ട്. താഴെ വരെ അവർ കൊണ്ടുപോയി ഇറക്കി തരും. എമൗണ്ട് കൊടുത്താൽ. നല്ല മഴ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഞാൻ അപ്പുറത്തൊന്ന് എസ്തറ്റിക് പിടിക്കാണ്. ഞങ്ങളിതാ അടുത്ത വണ്ടി വരുന്നവരെ കാത്തിക്കാൻ കയറി പോകാൻ. ഇന്നിപ്പോ ബാണാസുര കണ്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് പോവാം. പിന്നെ എന്താ അവന്മാർക്കൊക്കെ നാളെ വർക്കുണ്ട് എല്ലാത്തിനും. നാളെ ഇപ്പോൾ പനിയടിച്ച് കിടന്നാൽ പനിയടിച്ച് കിടക്കൂലായിരിക്കും. മഴ കൊണ്ട് മഴ ഇങ്ങനെ ഞാറുന്നുണ്ട്. ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇറങ്ങുകയാണ്. കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ വണ്ടിയിലാണ്. നമ്മൾ വന്ന പോർഷന് മൊത്തം കണ്ട് ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലം. പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെയാണ്. നമ്മൾ വെടി വെക്കാൻ പോവാണേ. മീൻസ് ഷൂട്ടിംഗ് അല്ലേ? ഷൂട്ടിങ്. ഞങ്ങൾ വെടി വെക്കാൻ പോവാണേ ഷൂട്ടിങ്ങിന്. ഇതാണ് സ്പേസ്. അത് നോക്കണോ, നമ്മളെ ഷൂട്ടർ ഇതാ ഷൂട്ട് ചെയ്ത്. ഓ ഇത്ര കിട്ടിയില്ലേ? ഇത് പോരെ കാണണ്ടത്? ഇത്ര ദൂരത്ത് കൊണ്ടുവച്ചത് ലോങ് ഷൂട്ട് ചെയ്താണ്. ജസ്റ്റ് അന്ന് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇരിക്കാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കാണാം.